Question. Let V, W and X be three finite dimensional vector spaces such that dimension V equal to dimension X. Suppose S from V to W and T from W to X are two linear maps such that T composition S from V to X is injective. Then S ഉം T യും സബ്ജക്റ്റീവ് ആണോ ഇൻജക്റ്റീവ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വിയും ഡബ്ല്യുവും എക്സും മൂന്ന് വെക്ടർ സ്പേസ് ഉണ്ട്. എസ് എന്ന് പറയുന്നത് വിയിൽ നിന്ന് ഡബ്ല്യുയിലേക്കുള്ള മാപ്പാണ്, എസ് ഫ്രം വി ടു ഡബ്ല്യു. ടി എന്ന് പറയുന്നത് ഡബ്ല്യുയിൽ നിന്ന് എക്സിലേക്കാണ്, ടി ഫ്രം ഡബ്ല്യു ടു എക്സ്. ടി കോമ്പോസിഷൻ എസോ, ടി കോമ്പോസിഷൻ എസ് ഫ്രം വി ടു എക്സ് ആണ്. ടി കോമ്പോസിഷൻ എസ് വിയിൽ നിന്ന് എക്സിലേക്കുള്ള ഒരു ലീനിയർ മാപ്പാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ടി കോമ്പോസിഷൻ എസ് ഈസ് ഇൻജക്റ്റീവ്. ടി കോമ്പോസിഷൻ എസ് ഇൻജക്റ്റീവ് ആണ്. ടി കോമ്പോസിഷൻ എസ് ഇൻജക്റ്റീവ് ആണെങ്കിൽ 1 ആണെങ്കിൽ എസ് 1 ആയിരിക്കും. ടി കോമ്പോസിഷൻ എസ് ഇൻജക്റ്റീവ് ആണെങ്കിൽ എസ് ഇൻജക്റ്റീവ് ആയിരിക്കും. ടി കോമ്പോസിഷൻ എസ് സബ്ജക്റ്റീവ് ആണെങ്കിൽ ടി സബ്ജക്റ്റീവ് ആയിരിക്കും. ടി കോമ്പോസിഷൻ എസ് 1 ആണെങ്കിൽ എസ് 1 ആയിരിക്കും. ടി കോമ്പോസിഷൻ എസ് ഓൺ 2 ആണെങ്കിൽ ടി ഓൺ 2 ആയിരിക്കും. അപ്പൊ തന്നിട്ടുണ്ട് ടി കോമ്പോസിഷൻ എസ് ഈസ് ഇൻജക്റ്റീവ്. ടി കോമ്പോസിഷൻ എസ് ഇൻജക്റ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? എസ് ഡെഫിനറ്റ് ആയിട്ട് ഇൻജക്റ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ടിയും കൂടെ കണ്ടുപിടിക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത് ഡയമെൻഷൻ വി ഈക്വൽ ടു ഡയമെൻഷൻ എക്സ്. വിയുടെയും എക്സിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആണ്. വിയുടെയും എക്സിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആണെങ്കിൽ ഈക്വലും ആണ്, ടി കോമ്പോസിഷൻ എസ് 1 ആണ്. അപ്പൊ ടി കോമ്പോസിഷൻ എസ് എന്താണ്? ഓൺ 2 ആണ്. ടി കോമ്പോസിഷൻ എസ് ഓൺ 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടി ഓൺ 2 ആയിരിക്കും. അപ്പൊ എസ് ഈസ് 1, ടി ഈസ് ഓൺ 2. എസ് ഈസ് ഇൻജക്റ്റീവ്, ടി ഈസ് സബ്ജക്റ്റീവ്. എസ് ഈസ് ഇൻജക്റ്റീവ്, ടി ഈസ് സബ്ജക്റ്റീവ്. ഓപ്ഷൻ ഡി. Then let T from R3 to R3 be a linear transformation and I be the identity transformation of R3. If there exists a scalar C and a non-zero vector x in R3 such that Tx equal to Cx, then rank of T minus Ci cannot be. T എന്ന് പറയുന്നത് R3യിൽ നിന്ന് R3യിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. തന്നിട്ടുണ്ട് Tx ഈക്വൽ ടു Cx. ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? Tx മൈനസ് Cx ഈക്വൽ ടു 0 എന്ന് എഴുതാലോ. അതായത് T മൈനസ് Ci ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് Tx ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പൊ T മൈനസ് Ci ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ എക്സ് എവിടുത്തെ എലമെന്റ് ആയിരിക്കും? നൾ സ്പേസിലെ എലമെന്റ് ആയിരിക്കും. അതായത് എക്സ് എലമെന്റ് ഓഫ് എൻ ഓഫ് ടി മൈനസ് സി ഐ എന്ന് എഴുതാം. ടി എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് ടി ആണ്. അപ്പൊ ടി മൈനസ് സി ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് നള്ളിറ്റി ഓഫ് ടി മൈനസ് സി ഐ ആണ്. നമുക്ക് റാങ്ക് നള്ളിറ്റി തിയറി അറിയാം. റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡൊമെയിൻ. കോളം സ്പേസിന്റെ ഡയമെൻഷൻ ആണ് n. അപ്പൊ റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈസ് ഈക്വൽ ടു n എന്നാണ്. ഇതിൻ്റെ അകത്ത് നൾ സ്പേസിൽ ഒരു എലമെന്റ് എങ്കിലും ഉണ്ട്. എക്സ് എലമെന്റ് ഓഫ് നൾ എൻ ഓഫ് ടി മൈനസ് സി ഐ ആണ്. ഒരു എലമെന്റ് എങ്കിലും എന്നിലും ഉണ്ട്. അപ്പൊ റാങ്ക് പ്ലസ് 1 ഈക്വൽ ടു 3. 3 എന്ന് പറയുന്നത് R3. ടി ഫ്രം R3 ടു R3 ആണ്. n എന്ന് പറയുന്നത് 3. ആർ പ്ലസ് നള്ളിറ്റിയിൽ ഒരു എലമെന്റെങ്കിലും ഉണ്ടെങ്കിൽ ഇത് 3 ആവും. അപ്പൊ റാങ്ക് എന്തായാലും 2 അതിൽ താഴെ വരുള്ളൂ. റാങ്ക് കനോട്ട് ബി 3. 3 എന്തായാലും ആവില്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി. Then let T from R3 to R3 be defined by T of x1, x2, x3 equal to x1 minus x2, x1 minus x2, 0. If n of t and r of t denote null space and range space of t, then dimension of null space of t, range of t, n of t subset of r of t. T of x1, x2, x3 എന്താണെന്ന് തന്നിട്ടുണ്ട് അല്ലേ.
നൾ സ്പേസ് ഓഫ് ടി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ടി എക്സ് ഈക്വൽ ടു 0 ആണ്. x1 t of x ഈക്വൽ ടു 0, അതായത് x1 മൈനസ് x2 ഈക്വൽ ടു 0, x1 മൈനസ് x2 ഈക്വൽ ടു 0, 0 ഈക്വൽ ടു 0. നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ടി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന എക്സുകളാണ്. അപ്പോൾ x1 മൈനസ് x2 0 ആവണം, അതായത് x1 ഈക്വൽ ടു x2. ഈ x1 മൈനസ് x2 0 ആവണം, x1 ഈക്വൽ ടു x2, 0 ഈക്വൽ ടു 0. അപ്പോൾ പോയിന്റ് എങ്ങനെ എടുക്കാം? a 0 എന്ന് എടുക്കാമല്ലോ, a 0. അതായത് ഇവിടെ ഒരൊറ്റ വെക്ടറേ ഉള്ളൂ. അതായത് റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടർ 1 ആണ്. റാങ്ക് ഓഫ് ടി 1 ആണ്. റാങ്ക് നള്ളിറ്റി തിയറം വെച്ച് റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈസ് ഈക്വൽ ടു n ആണ്. എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ഡൊമെയിൻ 3 ആണ്. റാങ്ക് ഓഫ് ടി 1 ആണ്. അപ്പോൾ 1 പ്ലസ് n ഓഫ് ടി ഈക്വൽ ടു 3, n ഓഫ് ടി ഈക്വൽ ടു 2. അപ്പോൾ റാങ്ക് ഓഫ് ടി 1 കിട്ടി, n ഓഫ് ടി ഈക്വൽ ടു 2 കിട്ടി. n ഓഫ് ടി ഈക്വൽ ടു 2. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ എ. Then let T from R3 to R3 be a linear transformation such that T of 1 2 equal to 2 3, T of 0 1 equal to T of 1 2, T of 0 1 equal to 1 4 ഉള്ളൂ, T ഇല്ല. T of 0 1 equal to 1 4, then T of 5 6 is 5 6നെ നമുക്ക് ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ 5 6 ഈക്വൽ ടു a ഇൻറ്റു 1 2 പ്ലസ് b ഇൻറ്റു 0 1 എഴുതാം. ഈ 5 6നെ ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. 5 6 ഈക്വൽ ടു a ഇൻറ്റു 1 2 പ്ലസ് b ഇൻറ്റു 0 1. അപ്പോൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, a 2a 0 b എന്ന് വരും. ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? a പ്ലസ് 0 ഈക്വൽ ടു 5, 2a പ്ലസ് b ഈക്വൽ ടു 6. ഇക്വേറ്റ് ചെയ്ത് എയും ബിയും കണ്ടുപിടിക്കുക. a ഈക്വൽ ടു 5, b ഈക്വൽ ടു -4 എന്ന് കിട്ടി. അത് ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. 5 6 ഈക്വൽ ടു എക്ക് പകരം 5 കൊടുക്കാം, ബിക്ക് പകരം -4 കൊടുക്കാം. അപ്പോൾ ടി ഓഫ് 5 6 എന്ത് വരും? a ഇൻറ്റു ടി ഓഫ് 1 2 പ്ലസ് b ഇൻറ്റു ടി ഓഫ് 0 1. ടി ഓഫ് 1 2 അറിയാലോ. ടി ഓഫ് 1 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 3. ടി ഓഫ് 0 1 എന്ന് പറയുന്നത് 1 4 ആണ്. 1 4. എയും ബിയും വാല്യൂ അറിയാം, ജസ്റ്റ് അപ്ലൈ ചെയ്യുക. സിമ്പിൾ ആണല്ലേ. 6 -1. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ. 6 -1, ഓപ്ഷൻ എ. Then next one. For n not equal to m, let T1 from Rn to Rm and T2 from Rm to Rn be two linear transformation such that T1 T2 is bijective. Then rank of T1 ഉം rank of T2 ഉം കണ്ടുപിടിക്കണം. T1 എന്ന് പറയുന്ന Rnൽ നിന്ന് Rmലേക്കാണ്. T2 നേരെ തിരിച്ച് Rmൽ നിന്ന് Rnലേക്കാണ്. T1 T2 ബൈജക്റ്റീവ് ആണ്. T1 T2 ബൈജക്റ്റീവ് ആണെങ്കിൽ T2 1 1 ആയിരിക്കും, T1 on 2 ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ T1 T2 1 1 ആണെങ്കിൽ T2 1 1 ആയിരിക്കും, T1 T2 on 2 ആണെങ്കിൽ T1 on 2 ആയിരിക്കും. അപ്പോൾ ഇത് T1 T2 ബൈജക്റ്റീവ് ആണെങ്കിൽ T2 1 1, T1 is on 2 എന്ന് എഴുതാം. പിന്നെന്താണ്? റാങ്ക് നള്ളിറ്റി തിയറം. റാങ്ക് നള്ളിറ്റി തിയറം എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡൊമെയിൻ എന്നാണ്. ഇതിൽ നിന്ന് റാങ്ക് ഓഫ് T2 പ്ലസ് നള്ളിറ്റി ഓഫ് T2 ഈക്വൽ ടു T2. T2 എന്ന് പറയുന്നത് Rmൽ നിന്ന് Rnലേക്കാണ്. അപ്പോൾ റാങ്ക് ഓഫ് T2 പ്ലസ് നള്ളിറ്റി ഓഫ് T2 ഈക്വൽ ടു m എന്ന് എഴുതാം. T2 1 1 ആണ്. T2 1 1 ആണെങ്കിൽ ഡൊമെയിനിലുള്ള എല്ലാത്തിൽ നിന്നും റേഞ്ചിലേക്ക് കോഡൊമെയിനിലേക്ക് ഇമേജ് പോകണം അല്ലേ. അപ്പോൾ റാങ്ക് ഓഫ് T2 എന്താണ്? റാങ്ക് ഓഫ് T2 m ആണ്. റാങ്ക് ഓഫ് T2 m ആണ്. ഇനി റാങ്ക് ഓഫ് T1 കണ്ടുപിടിക്കാം. റാങ്ക് ഓഫ് T1 പ്ലസ് നള്ളിറ്റി ഓഫ് T1. T1
dimension of domain. Rank of T1 plus nullity of T1 is equal to n ആണ്. അപ്പോൾ റാങ്ക് ഓഫ് T1 എന്താണ്? T1 on 2 ആണ്. T1 on 2 ആണെങ്കിൽ കോഡൊമെയിനിലെ എല്ലാത്തിനും ഡൊമെയിനിൽ റേഞ്ച് വരും. അപ്പോൾ റാങ്ക് ഓഫ് T1 എന്ന് പറയുന്നത് m വരും. റാങ്ക് ഓഫ് T1 ഈക്വൽ ടു m, റാങ്ക് ഓഫ് T2 ഈക്വൽ ടു m. ഓപ്ഷൻ ഡി.